ആ CKCയും വസുന്ധരാമയും ചേർന്ന് സോമശേഖരൻ സാറിന്റെ പ്രോപ്പർട്ടി വാങ്ങാനുള്ള എല്ലാ വഴികളും അടച്ചല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? CKCയാണ് മോളെ, എന്റെ ഗൗതമന്റെ അച്ഛൻ. ഞാനിപ്പോ ഗൗതമനോട് എന്താ പറയേണ്ടത്? അമ്മ ആരാണെന്നും അച്ഛൻ ആരാണെന്നും ഞാൻ ഗൗതമനോട് ഇപ്പൊ പറയണോ? തൽക്കാലം ഞാനായിട്ടൊന്നും പറയുന്നില്ല. പറയാനാവില്ല എനിക്ക്. എന്തെങ്ങനെ നോക്കുന്നത്? മോനിങ്ങനെ ഇവിടെ മനോരാജ്യത്ത് നിൽക്കുന്നത് കണ്ട് നോക്കി നിന്നതാ. എന്തായിരുന്നു ആലോചന? നിനക്ക് ഇത്രയും കൂളായിട്ട് പെരുമാറാൻ എങ്ങനെ കഴിയുന്നു നിധി? നാളെ ആ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷനാ. വസുന്ധരാമയുടെ മുമ്പിൽ നീ പരാജയപ്പെടാൻ പോവാ. അതിനുശേഷം ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നെന്ന് വല്ല ചിന്തയുണ്ടോ നിനക്ക്? ഒന്നും അറിയാത്ത പോലെ നീ പെരുമാറുന്നത്. എനിക്ക് ഒന്നും മനസ്സാവുന്നില്ല. എല്ലാം എനിക്കറിയാം ഗൗതം. നമ്മളെ മറികടന്ന് വസുന്ധരാന്റിക്കും CKCക്കും ആ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പറ്റുമെന്ന് ഗൗതമിന് തോന്നുന്നുണ്ടോ? എല്ലാം അറിയുന്ന ഒരാള് മുകളിലുണ്ട്. നടക്കേണ്ടത് മാത്രമേ നടക്കൂ. വെറുതെ ഓരോന്നും പറയില്ല നിധി. ഇപ്പൊ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് സ്റ്റാഫിനെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. CKCയുടെ പേരിൽ നാളത്തേക്ക് ടോക്കൺ ഇട്ടിട്ടുണ്ട്. 10:30 രജിസ്ട്രേഷനാണ്. അതറിയോ? നാളത്തോടെ എല്ലാം നഷ്ടപ്പെടും. പിന്നെ വസുന്ധരാമ്മ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കേണ്ടി വരും നമുക്ക്. ഗൗതമിന്റെ പേടി എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ആ പേടി എനിക്കില്ല. നാളെ നമ്മൾ തോറ്റുപോയാൽ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ സ്ഥാനം വസുന്ധരാന്റിക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ഞാൻ ഈ വീട് വിട്ടിറങ്ങേണ്ടിയും വരും. അതല്ലേ ഗൗതമിന്റെ പേടി? അതിന് നമ്മൾ തോറ്റിട്ട് വേണ്ടേ? പച്ച മലയാളത്തിലല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. നാളെ 10:30 CKC ടോക്കൺ ഇട്ടിരിക്കുക. പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷനും കഴിയും. അതിനെയാണ് നമ്മുടെ തോൽവി എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്നത് എന്റെ പേരിലാണെങ്കിൽ നമ്മൾ എങ്ങനെ തോൽക്കും? ഒന്ന് സമാധാനിക്ക് ഗൗതം. ഇത് വെറും വാക്കല്ല. നാളെ എന്റെ പേരിൽ തന്നെ രജിസ്ട്രേഷൻ നടക്കും. എന്ത് ധൈര്യത്തിലാണ് നീ ഇതൊക്കെ പറയുന്നത്? വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നീ ഓരോന്ന് പറയല്ലേ നിധി? അതിന് ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും മുകളിൽ ദൈവം എന്നൊരാളുണ്ട്. ആ ദൈവം കൃത്യസമയത്ത് പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് കരുതിയാൽ മതി. എങ്ങനെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഗൗതമൻ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്തിനും ഒരു വഴി വേണമല്ലോ. വഴിയൊക്കെ ഉണ്ട്. അത് കൃത്യസമയത്ത് തുറക്കുകയും ചെയ്യും. രജിസ്ട്രേഷൻ ഇനി ഒരു 1/2 ദിവസത്തെ സമയമുണ്ട്. തൽക്കാലം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. നിധി, നീ എന്താന്ന് വെച്ചാ തുറന്നു പറ. അങ്ങനെ ഇപ്പൊ പറയുന്നില്ല. തൽക്കാലം വന്നു കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ നോക്ക്. വാ, വന്നിങ്ങോട്ട് വാ.